ധർമ്മസ്ഥല ഗൂഢാലോചനയിലെ പങ്ക് തുറന്ന് സമ്മതിച്ച് നടൻ പ്രകാശ് രാജ്. പ്രതി ചിന്നയ്യയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഗൂഢാലോചന കേസിലെ മറ്റൊരു പ്രതി ഗിരീഷ് മട്ടന്നവരാണ് ചിന്നയ്യയുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയതെന്നും പ്രകാശ് രാജ് തുറന്നു പറഞ്ഞു. ക്ഷേത്രനഗരമായ ധർമ്മസ്ഥലയുടെ പരിപാവനത തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ പ്രകാശ് രാജിന്റെ പങ്കിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുന്നു. കേസിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പലതും ശരിവെക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രകാശ് രാജ് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. ഗൂഢാലോചന കേസിലെ പ്രതി ചിന്നയ്യയുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്ന് താരം ഒടുവിൽ പരസ്യമായി സമ്മതിച്ചു. സാമൂഹിക പ്രവർത്തകനും കേസിൽ പ്രതിയുമായ ഗിരീഷ് മട്ടന്നവരാണ് ചിന്നയ്യയെ തനിക്ക് പരിചയപ്പെടുത്തിയത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഒട്ടേറെ സത്യങ്ങൾ പുറത്തു പറയാനുണ്ടെന്നും ചിന്നയ്യ ഫോണിൽ അറിയിച്ചു. തമിഴിലാണ് ഇരുവരും സംസാരിച്ചത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താനും പൊതുസമൂഹവും ഒപ്പം നിൽക്കുമെന്ന് താൻ ചിന്നയ്യയ്ക്ക് ഉറപ്പു നൽകിയതായും പ്രകാശ് രാജ് വ്യക്തമാക്കുന്നു. ಧರ್ಮಸ್ಥಳ ಪ್ರಕರಣ ಹಾಗೂ ನನ್ನ ಕುರಿತಾಗಿ ನೀಡಿರುವ ಹೇಳಿಕೆಯ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಿಮ್ಮ ಜೊತೆ ವಿಚಾರಣೆಗಳನ್ನು ಹಂಚಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ದಿನಾಂಕ 17-11 ಪತ್ರಿಕಾಗೋಷ್ಠಿಗೆ ಭೇಟಿಯಾಗಿಕೊಡಿ. ಬ್ರಾಕೆಟ್ ಅಲ್ಲಿ ಮಾರಿಕೊಂಡ ಮಾಧ್ಯಮಗಳಿಗೆ ವಿಶೇಷ ಆಹ್ವಾನ. ಏನ್ ಪ್ರಾಬ್ಲಮ್ ಇದ್ರಲ್ಲಿ ನಿಮಗೆ? ചിന്നയ്യ അയച്ച ശബ്ദ സന്ദേശങ്ങൾ താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ പ്രണവ് മൊഹന്തിക്ക് കൈമാറിയിരുന്നുവെന്നും പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്നാൽ ധർമ്മസ്ഥലയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജും ഗിരീഷ് മട്ടന്നവരും ചേർന്ന് തന്നോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ചിന്നയ്യ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. കേരളത്തിൽ നിന്നും ഒഴുകിയ 200 കോടിയുടെ കള്ളപ്പണ ഗൂഢാലോചനയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഇതിൽ കൂടുതൽ ബന്ധമില്ലെന്നുമാണ് പ്രകാശ് രാജ് ഇപ്പോൾ വാദിക്കുന്നത്. എങ്കിലും പ്രതിയുമായുള്ള താരത്തിന്റെ അടുത്ത ബന്ധം പുറത്തുവന്നതോടെ അന്വേഷണം പ്രകാശ് രാജിലേക്ക് ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജനം, ഡൽഹി.